അനുദിന വിശുദ്ധർ മെയ് 19 വിശുദ്ധ പീറ്റർ സെലസ്റ്റിൻ. എളിമയുടെ ആധിക്യത്താൽ മാർപ്പാപ്പ സ്ഥാനം രാജിവെച്ച ഒരു പാപ്പയാണ് സെലസ്റ്റിൻ. അദ്ദേഹം 1221 ഇറ്റലിയിൽ അപ്പുലിയ എന്ന സ്ഥലത്ത് ഭക്തരായ മാതാപിതാക്കന്മാരിൽ നിന്നും ജനിച്ചു. 12 മക്കളിൽ ഒരാളായിരുന്നു പീറ്റർ. പിതാവ് പീറ്ററിൻ്റെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചെങ്കിലും അമ്മ മകന് ഉത്തമമായ വിദ്യാഭ്യാസം നൽകി. 20ാമത്തെ വയസ്സ് മുതൽ ഒരു ഗുഹയിലെ ഏകാന്തതയിൽ 3 വർഷം കഴിച്ചു. ഏകാന്തതയിൽ കഴിയുകയായിരുന്നെങ്കിലും ജനങ്ങൾ അദ്ദേഹത്തെ കണ്ടുപിടിച്ച് അദ്ദേഹത്തിന് പൗരോഹിത്യം നൽകിച്ചു. 1246 മൊറോണി പർവ്വതനിരയിൽ ഒരു ഗുഹയിൽ താമസമാക്കി. പരീക്ഷകൾ ഏകാന്തതയിലും അദ്ദേഹത്തെ ശല്യപ്പെടുത്തിയിരുന്നുവെങ്കിലും ദൈവസഹായത്താൽ അവയെ വിജയിച്ചു. മൊറോനി പർവ്വതത്തിലെ മരങ്ങൾ വെട്ടിനീക്കിയപ്പോൾ അദ്ദേഹം മെജല്ല മലയിലേക്ക് താമസം മാറ്റി. പകൽ ജോലി ചെയ്ത് വന്നു, പുസ്തകങ്ങൾ പകർത്തിക്കൊണ്ടുമിരുന്നു. രാത്രി ദീർഘനേരം കണ്ണീരോടെ പ്രാർത്ഥിച്ചു പോന്നു. ഞായറാഴ്ച ദിവസം ഒഴികെ മറ്റെല്ലാ ദിവസവും പീറ്റർ ഉപവസിച്ചു പോന്നു. ഉപവാസ ദിവസങ്ങളിൽ റൊട്ടിയും വെള്ളവും മാത്രമാണ് കഴിച്ചിരുന്നത്. മറ്റു ദിവസങ്ങളിലും അദ്ദേഹം മാംസം ഭക്ഷിച്ചിരുന്നില്ല. ഒരു പലകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ശയ്യ, പാറക്കല്ലായിരുന്നു തലയണ. പല ശിഷ്യന്മാരും അദ്ദേഹത്തിനുണ്ടായി. വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ പൂർവ്വനിയമമനുസരിച്ച് അദ്ദേഹം ആരംഭിച്ച സഭയ്ക്ക് 1274 അംഗീകാരം സിദ്ധിച്ചു. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് 36 ആശ്രമങ്ങളുണ്ടാക്കി. നിക്കോളാസ് ചതുർത്ഥൻ പാപ്പയുടെ ദേഹവിയോഗത്താൽ ഫാദർ പീറ്റർ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അവസാനം മെത്രാഭിഷേകം സ്വീകരിക്കുകയും 5-ാം സെലസ്റ്റിൻ എന്ന പേരിൽ 1294 ഓഗസ്റ്റിൽ 29-ാം തീയതി മാർപ്പാപ്പയായി സ്ഥാനാരോഹണം ചെയ്യുകയും ചെയ്തു. അരമനയിൽ തന്നെ പലകകൾ കൊണ്ട് ഒരു പർണശാലയുണ്ടാക്കി അതിൽ താമസമാക്കി. കാനൺ നിയമം പഠിച്ചിട്ടില്ലാത്തതിനാൽ ഭരണത്തിൽ ചില തെറ്റുകൾ വന്നു. താൻ വേണ്ട പോലെ തൻ്റെ ജോലി നിർവഹിക്കുന്നില്ലെന്ന് ഭയന്ന് 4 മാസത്തെ ഭരണത്തിന് ശേഷം പാപ്പാസ്ഥാനം രാജിവെച്ച് വീണ്ടും ഏകാന്ത ജീവിതത്തിലേക്ക് തിരിച്ചു. പിൻഗാമിയായി വന്നത് ബോണിഫസ് മാർപ്പാപ്പയാണ്. രാജിവെച്ചയാളെ വല്ലവരും തിരിച്ചു കൊണ്ടുവന്നെങ്കിലോ എന്ന് ഭയന്ന് അദ്ദേഹത്തെ ഒരു തടവുകാരനെ പോലെയാണ് സൂക്ഷിച്ചിരുന്നത്. സഹനം ഏകാന്തതയുടെ വിശുദ്ധിക്ക് മാറ്റുകൂട്ടി. 1296 മെയ് 19-ാം തീയതി ശനിയാഴ്ച എല്ലാ ആത്മാക്കളും കർത്താവിനെ സ്തുതിക്കട്ടെ എന്ന സങ്കീർത്തനം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ മുൻകൂട്ടി സൂചിപ്പിച്ചിരുന്നതുപോലെ അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചു. വിചിന്തനം. പാപ്പാസ്ഥാനം രാജിവെച്ച ശേഷം പോപ്പ് സെലസ്റ്റിനെ സന്ദർശിച്ചിരുന്നവരോട് അദ്ദേഹം പറഞ്ഞിരുന്നത്, ഞാൻ ലോകത്തിൽ ഒരു കൊച്ചറ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. എനിക്ക് അത് ആ കൊച്ചറ നൽകിയിട്ടുണ്ട്. ക്ലേശങ്ങളിൽ ഇങ്ങനെ ദൈവഹിതത്തിന് കീഴ്വഴങ്ങുന്നതാണ് വിശുദ്ധിയുടെ മാർഗം.